നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം നമ്മുടെ കേരളത്തിൽ 2010 മുതൽ ആർക്കെങ്കിലും ട്രസ്റ്റുകൾക്കോ സൊസൈറ്റികൾക്കോ സർക്കാർ ഭൂമി പതിച്ചു നൽകിയിട്ടുണ്ടോ, അതിനു മുമ്പ് പതിച്ചു നൽകിയിട്ടുള്ള ഭൂമി തിരിച്ചു പിടിച്ചിട്ടുണ്ടോ, ഇതായിരുന്നു നമ്മുടെ ചോദ്യം. കഴിഞ്ഞ വീഡിയോയിൽ ഒരു 3 വില്ലേജ് ഓഫീസുകളുടെ വിവരം ഞാൻ പങ്കുവച്ചിരുന്നു. അത് കഴിഞ്ഞ് വന്ന ഒരു 3 വില്ലേജ് ഓഫീസുകളുടെ കാര്യം പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇന്ന് ശ്രമിക്കുന്നത്. ഇത് താലൂക്ക് ഓഫീസ് കണയനൂർ എന്ന് പറയുന്ന കൊച്ചി കോർപ്പറേഷനിലുള്ളതാണ്. അവിടെ നൽകിയിരിക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ശ്രീ ഹനുമാൻ കോവിൽ പബ്ലിക് ട്രസ്റ്റ് എറണാകുളം കൊച്ചി കോർപ്പറേഷനിൽപ്പെട്ടതാണ്. അവിടെ 17.25 സെന്റ് സ്ഥലം സൗജന്യമായിട്ട് നൽകിയിട്ടുണ്ട്. ശ്രീ ഭഗവൽ സഹായ സംഘം കണ്ടന്നൂർ മരട് നഗരസഭയിലാണ് 4.25 സ്ഥലം സൗജന്യമായിട്ട് നൽകിയിട്ടുണ്ട്. SNV സദനം ട്രസ്റ്റ് കൊച്ചി കോർപ്പറേഷനിൽപ്പെട്ടതാണ്. 3.23 ഭൂമി നൽകിയിട്ടുണ്ട്. അടുത്തതായിട്ട് തൃശ്ശൂർ കളക്ടറേറ്റിൽ നിന്ന് വന്നതാണ്. അവിടെയും ഈ 10 വർഷത്തിനകത്ത് ഭൂമി പതിച്ചു നൽകിയിട്ടുണ്ട് സൗജന്യമായി. പാറമേൽക്കാവ് ദേവസ്വം 2012 ചെമ്പുക്കാവ് വില്ലേജ് തൃശ്ശൂർ കോർപ്പറേഷനിൽ വിസ്തീർണം എഴുതിയിരിക്കുന്ന 0.4290 എന്നുള്ളതാണ്. ഏകദേശം 2 ഏക്കർ ചില്ലറ സ്ഥലം വരുന്നതാണ്. പിന്നെ സെന്റ് തോമസ് കോളേജ് 2014 പതിച്ചു നൽകിയതാണ്. ഇത് ചെമ്പുകാവ് വില്ലേജ് തൃശ്ശൂർ കോർപ്പറേഷനിലാണ്. പിന്നെ സെന്റ് മേരീസ് കോളേജ് 2017 പതിച്ചു നൽകിയതാണ്. അതും തൃശ്ശൂർ കോർപ്പറേഷനിൽ പതിച്ച് നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊട്ടയ്ക്കകം അവിടെ നൽകിയിരിക്കുന്നത് ട്രിവാൻഡ്രം സോഷ്യൽ സർവീസ് സൊസൈറ്റി വെള്ളയമ്പലം 1.24, ട്രിവാൻഡ്രം സോഷ്യൽ സർവീസ് സൊസൈറ്റി വെള്ളയമ്പലം 0.60 സെന്റ് എന്ന് പറഞ്ഞാൽ 1.48 സെന്റ്. പിന്നെ CSI ക്രൈസ്റ്റ് ചർച്ച് പാളയം മധ്യ കേരള ഡിയോസിസിന് കോർപ്പറേഷൻ വഴി വഞ്ചിയൂർ 243 സെന്റ് എന്ന് വെച്ചാൽ 2 ഏക്കർ 43 സെന്റ്. പിന്നെ നൽകിയിരിക്കുന്ന പാരീഷ് പ്രിൻസ് സെന്റ് മേരീസ് മഗ്നലീന ചർച്ച് കോർപ്പറേഷൻ ആറ്റിപ്ര, അത് 437.34 സെന്റ് സ്ഥലം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സർക്കാർ ഭൂമി സാധാരണപ്പെട്ടവർക്ക് ഭൂമി കൊടുക്കാനില്ല എന്നൊക്കെ നമ്മുടെ സർക്കാരുകൾ ഇങ്ങനെ വീമ്പിളക്കുമ്പോൾ ട്രസ്റ്റുകൾക്കും സൊസൈറ്റികൾക്കും എന്ന് വെച്ചാൽ നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സംഭാവന നേടുന്നതും മറ്റു എല്ലാ ഇളവുകളും നേടി സേവനം ചെയ്യുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ട്രസ്റ്റുകൾക്ക് നൽകിയിരിക്കുന്ന ഭൂമിയുടെ കണക്കാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള നമ്മുടെ കേരളത്തിൽ ആർക്കൊക്കെ 10 വർഷത്തിനുള്ളിൽ ഭൂമി പതിച്ചു നൽകിയിട്ടുണ്ടെന്നുള്ള വിവരം വരുന്നതിൻ്റെ മുറയ്ക്ക് ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഇങ്ങനെ കുറേശ്ശെ അറിയിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആശയം അവസാന വീഡിയോയിൽ ഇതെല്ലാം ചേർത്തുകൊണ്ട് ഞാൻ പറയുന്നതായിരിക്കും. അതൊരു പ്രത്യേക കാരണമുണ്ട്. അത് വരുന്നത് അപ്പക്കപ്പം ഞാൻ പൊതുജനങ്ങളിലേക്ക് ഈ വീഡിയോ മുഖേന അറിയിക്കുന്നതായിരിക്കും. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ചില മാധ്യമ സഹോദരന്മാർ എന്നെ ബന്ധപ്പെട്ടപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ അവരോട് അവതരിക്കുമ്പോൾ അവരുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്ന വാർത്ത ഏറെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എനിക്കതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് വേറെ മാധ്യമങ്ങളൊന്നും വാർത്ത കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ കൊടുക്കുന്ന വാർത്ത സത്യസന്ധമായിട്ട് ഞാൻ പറയുന്ന രീതിയിൽ എനിക്ക് എന്ത് രീതിയിൽ വിവരം കിട്ടിയോ, എന്താണ് തെളിവായി നമ്മുടെ കയ്യിലുള്ള അടിസ്ഥാനം, ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് വാർത്ത കൊടുക്കുന്നവർ മാത്രമേ എന്നെ ബന്ധപ്പെടാവൂ എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.